ഞാൻ സിസ്റ്റർ ലിജി യുക്രൈനിൽ നിന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇപ്പം നിങ്ങൾ ചുറ്റും കാണുന്നുണ്ട് 2000 ആളുകളാണ് വീട് നഷ്ടപ്പെട്ട ഫുഡ് ഇല്ലാതെ ഇവിടെ ഫുഡിന് വേണ്ടി വരുന്നത്. ഞാനിപ്പം സപ്പോരീഷ എന്ന സ്ഥലത്താണ്. സപ്പോരീഷയില് അത് റഷ്യ ബോർഡറിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെ മാത്രമുള്ള ഒരു സ്ഥലമാണ് സപ്പോരീഷ. ഞാൻ ചില ന്യൂസുകളിലൊക്കെ കണ്ടിരുന്നു റഷ്യ സപ്പോരീഷ പിടിച്ചെടുത്തു എന്ന്. സപ്പോരീഷയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് റഷ്യ പിടിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ആ പിടിച്ചെടുത്ത സ്ഥലത്തെ ആളുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് വീട്, നമുക്കറിയാം ഒരു വീട് പണിതെടുക്കാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഈ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നവര് ഇപ്പൊ നോക്കിയാൽ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് കൂടുതലും പ്രായമുള്ള മനുഷ്യരെയാണ്. അവരുടെ മക്കള് യുദ്ധത്തിൽ പോയിട്ട് കുറേ പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് യുദ്ധത്തിലാണ് ഇപ്പോഴ്. അപ്പൊ ഈ പ്രായമായ മനുഷ്യര് അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലേക്ക് ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ വന്ന് ബ്രെഡിന് വേണ്ടിയിട്ട് നിരയിൽ നിൽക്കുന്നത് കാണുന്നത് വളരെ ദയനീയമാണ്. നോക്കിയേ, ഒന്ന് നിങ്ങൾ നോക്കിയേ എന്തുമാത്രം മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇവര് രാവിലെ തുടങ്ങി വന്ന് നിൽക്കുന്നതാണ് ഈ ബ്രെഡിന് വേണ്ടിയിട്ട്. ഇവരൊക്കെ ഒരു ബ്രെഡും പിന്നെ മീന്റെ കൺസർവ്, ഇതാണ് ഇവരുടെ ഭക്ഷണം. എല്ലാ ദിവസവും രാവിലെ ഇവരിങ്ങനെ വന്ന് നിരയിൽ നിൽക്കും. ഒരു 2000-ഓളം ആളുകളുണ്ട് ഈ നിരയിൽ നിൽക്കാനായിട്ട്. അവർക്ക് ലഭിക്കുന്നത് നോക്കി ഒരു ബ്രെഡ് പിന്നെ ഒരു കൺസർവ്, ഇത് മാത്രമാണ് ഇവരുടെ ഭക്ഷണം. ഇതിപ്പോ തുടങ്ങിയിട്ട് 5 വർഷമായി. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും യുക്രൈൻകാര് സഫർ ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് യുക്രൈന് യുദ്ധം നിർത്തിക്കൂടാ എന്ന്. യുക്രൈൻ എങ്ങനെയാണ് യുദ്ധം നിർത്തുക? ഇവിടെ വരുന്നവര് നോക്കിയേ, കാലില്ലാത്തവര്, എല്ലാം നഷ്ടപ്പെട്ടവര്, വീട് നഷ്ടപ്പെട്ടവര്, മക്കളെ നഷ്ടപ്പെട്ടവര്, എത്ര ദയനീയമാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും നിരയിൽ നിൽക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ സത്യത്തില് ഇത് യുദ്ധത്തിന്റെ മറ്റൊരു വശമാണ്.